ഡോക്ടർ, ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയിൽ ഇത്രയും സിംറ്റംസ് ഇപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പോൾ ഈ സിംറ്റംസ് എല്ലാം എല്ലാ രോഗികളിലും കാണപ്പെടാറുണ്ടോ? പല രോഗികളിലും അത് പല കാരണങ്ങൾ കൊണ്ട് തന്നെ സിംറ്റംസിന് വ്യത്യാസം വരാറുണ്ട്. ഇപ്പോൾ ഏജ് ഒരു പ്രധാന ഘടകമാണ്. അതേപോലെ തന്നെ ഡയബറ്റീസിൻ്റെ തീവ്രത, 20-30 വർഷമായിട്ട് ഡയബറ്റീസ് ഉള്ളവരാണ്. ടൈപ്പ് 1, ടൈപ്പ് 2 അങ്ങനെയുള്ള ഡയബറ്റീസിൻ്റെ പല ടൈപ്സ് ആയിരിക്കും അവരെ ബാധിച്ചിട്ടുണ്ടാവുക. സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ അസോസിയേറ്റഡ് കംപ്ലയിൻറ്റ്സ്, തുടർന്നുള്ള പല രോഗങ്ങളും അവരെ ബാധിച്ചിട്ടുണ്ടാകും. കാർഡിയാക് പ്രശ്നമുള്ളവർ കാണും, സ്ട്രോക്ക്, സെൻട്രൽ നെർവസുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ കാണും, ക്യാൻസർ അല്ലെ അതുപോലുള്ള പല രോഗങ്ങളും ബാധിച്ചവർ കാണും. അപ്പോൾ ഇങ്ങനെ രോഗികളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഈ ന്യൂറോപ്പതിയുടെ സിംറ്റംസും വേരി ചെയ്യുന്നുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഡയബറ്റിക് ന്യൂറോപ്പതി കേസ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതിൽ കഴിഞ്ഞൊരു 3 മാസം മുമ്പ് വന്നൊരു മെയിൽ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 70 years ഓൾഡുള്ള പേഷ്യൻറ്റ്. അത് വളരെ ഒരു ക്രോണിക് കേസായിരുന്നത്. അപ്പം പുള്ളി വരുമ്പോൾ പുള്ളിയുടെ കംപ്ലയിൻസ് എന്ന് പറയുന്നത് പുള്ളിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പുള്ളി മുട്ട് 2 തേഞ്ഞിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. 18 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ്, ഡയബറ്റീസ് ആണ്, എന്നിട്ട് കൺട്രോൾഡ് ആണ് എന്ന് പറഞ്ഞാണ് പുള്ളി വരുന്നത്. പുള്ളിക്ക് വരുമ്പോഴത്തേക്ക് കഴുത്തിൻ്റെ തേയ്മാനവും മുട്ട് തേയ്മാനവും ഉണ്ടായിരുന്നു. പിന്നെ 15 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നിരുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ ആ സിംറ്റംസായിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത്. അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസിനകത്താണ് നമ്മൾ പിന്നീട് ബാക്കി കാര്യങ്ങൾ കണ്ടെത്തുന്നത്. കാരണം പുള്ളിയെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഈ പറഞ്ഞ മോഷൻ പ്രശ്നം വരുന്നുണ്ടായിരുന്നു. മോഷൻ കൺട്രോൾഡ് അല്ലാതെ മോഷൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ യൂറിൻ പുള്ളി പാഡ് വെച്ചുകൊണ്ടാണ് വരുന്നത്. പലപ്പോഴും അറിയാതെ മൂത്രം പോകുന്നു. പിന്നെ നടക്കാൻ കഴിയുന്നില്ല, ഓർമ്മക്കുറവ് വരുന്നുണ്ട്. അതുപോലെ നടക്കുമ്പോഴത്തേക്ക് ബാലൻസ് തെറ്റിയിട്ട് വീഴുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പുള്ളി ബെഡ് റിഡൺ ആയിട്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്.